ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റീഹാബ് സെൻറ്റർ, അതായത് നമ്മൾ താമസിക്കുന്നതിലോട്ടുള്ളൂ. അതല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ താമസിക്കുന്ന റീഹാബ് സെൻറ്ററിൻ്റെ ഇതാണ് നിങ്ങൾ കാണുന്നത്. സോ ഇറ്റ് ഈസ്, ഞാൻ ഓരോ പ്രാവശ്യം പറഞ്ഞ മാതിരി, ഇസ് ഇറ്റ് എ ഹോസ്പിറ്റൽ? യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ടേക്ക് കെയർ ഹോസ്പിറ്റൽ. ഒരു ടേക്ക് കെയറിങ് പോലെയുള്ള ഒരു ഹോസ്പിറ്റൽ പോലെയാണ്, പക്ഷേ ഹോംലി ഫീലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ്, നമ്മുടെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് ഞാനും റൂം എടുത്ത് താമസിക്കുന്നത്. സോ ഇവിടെ പേഷ്യൻ്റ് ബെഡ് ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രമുള്ള ബെഡാണ് അവർ തന്നിരിക്കുന്നത്. സോ യെസ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മഴ പെയ്തിട്ടുള്ള ദിവസമായിരുന്നു. ആൻഡ് ഇത് ഞാൻ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നല്ല ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റീഹാബ് സെൻറ്ററിൽ ഞാൻ എന്താണ് കഴിച്ചത് എന്നുള്ളതാണ്. വി വിൽ സ്റ്റാർട്ട് ഫ്രം ലഞ്ച് മെനു, പിന്നെ നമ്മൾ ഡിന്നർ കാണാം, അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ്. എന്തിനാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, റീഹാബ് സെൻറ്ററിൽ ഫീൽ ലൈക്ക് ഹോം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരും, ഇതൊക്കെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടോ അവർ എന്നൊക്കെയാണ് ഒരുപാട് പേരുടെ സംശയം. യെസ്, പാക്കേജിൽ ഇതെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന റീഹാബ് സെൻറ്ററിൽ പ്യുവർ വെജിറ്റേറിയൻ മെനു ആണ് അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇവർ പുറത്തുനിന്ന് കൊണ്ടുവരാനും നമുക്ക് ഓക്കെയാണ്. അതുകൊണ്ട് ഇതിൽ നമ്മൾക്ക് കഴിക്കാൻ അവിടെ കിട്ടുന്നത് പ്യുവർ വെജിറ്റേറിയൻ മെനു ആണ്. സോ ഒരുപാട് പേരുടെ സംശയമാണ്, ഇത് നന്നായിരിക്കുമോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുമാതിരി ക്യാൻറ്റീൻ ഭക്ഷണം പോലെ ആയിരിക്കുമോ എന്നൊക്കെയാണ്. അല്ല, ഇത് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സോ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള രീതിയിലുള്ള ഫുഡായിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുക. പ്ലസ് അത് പോർഷൻ കൺട്രോൾ സൈസിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുക. സോ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ത്രൂ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ മീൽസ്. അപ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ മീൽസ് അവരെല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നന്നായിരിക്കും. പക്ഷേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ലഞ്ചിനാണ് നമുക്ക് സമയം. ഓക്കെ, ഇത് തുറക്കാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എല്ലാവർക്കും ഇത് തന്നെയാണ്, നമുക്ക് പേഷ്യൻസിനും ഇത് തന്നെയാണ്, കൂടെ നിൽക്കുന്നവർക്കും ഇത് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. തൈര്, പായസം, രസം, ഒരു കൂട്ടാൻ ആൻഡ് വെണ്ടയ്ക്ക ഉപ്പേരി. ഓക്കെ, ചോറ്, ഒരു പീസ് പപ്പടം. അമ്മയ്ക്ക് ഞാൻ സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിട്ട് എന്നും കേർഡ് റൈസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് കേർഡ് റൈസിൻ്റെ കൂടെ ബാക്കിയുള്ളതൊക്കെ വരും. ഇതാണ് രാത്രി ഡിന്നർ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്താ വരണ ടിഫിൻ എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കഴിക്കാം. എന്താ കൂട്ടാൻ? സാമ്പാർ. അധികം എരിവൊന്നും ഉണ്ടാവില്ല, ബിക്കോസ് പേഷ്യൻസിന് കൊടുക്കുന്നതുകൊണ്ട്. എന്നാൽ മോശമല്ല. ആസ്പത്രിയിൽ വിഷമായിരുന്നു. നൈസ്. ഹൈദരാബാദിൽ നിന്ന് അവർക്ക് ഒരാഴ്ചത്തേക്കുള്ള മെനു ഇതായിരിക്കണം എന്ന് പറഞ്ഞ് വരികയാണ്. ഹെഡ് ഓഫീസ് ഹൈദരാബാദാണ്. വെരി നൈസ്. എക്സ്ട്രാ ആർഭാടങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു മോശവും പറയാനില്ല. ഇപ്പോൾ പലയിടത്തും നമ്മൾ കഴിച്ച് ആസ്പത്രി ഭക്ഷണം.
വെരി ഗുഡ് രസം. അമ്മയ്ക്ക് വേണ്ട പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പാവ ഹോസ്പിറ്റലത്തെ ഫുഡ് പിടിക്കാണ്ടേ. ഇഞ്ചി രസം. ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഫുഡ്. പിന്നെ എന്താ വെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾ പുറത്തുനിന്ന് പോലും കൊണ്ടുവരരുത് എന്നുള്ളൊരു നിബന്ധന ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ അതൊന്നുമില്ല. സ്വിഗ്ഗിയിലൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. എന്നുവെച്ചാൽ ഇവിടെ കിടക്കണവർക്കും മാക്സിമം സിംഗിൾ റൂം എടുത്തിരിക്കുന്നവർ കൂടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. അല്ലാത്തവരൊന്നും ആരും അസിസ്റ്റൻസ് ഒന്നുമില്ല. കൂടെ നിൽക്കുന്ന ആൾക്കാരാരുമില്ല. ഒരു മോശമില്ല കേട്ടോ. ഒരു തെറ്റും പറയാനില്ല, ഒരു കുറ്റവും പറയാനില്ല. നല്ല ഷാപ്പാട്. ബ്രേക്ക്ഫാസ്റ്റും അതെ, പൊരിക്കാത്ത തൈര്. കണ്ണേട്ടനും മക്കളും ഒക്കെ നാട്ടിൽ പോയി. അച്ഛയും പാലക്കാട് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം അമ്മയുടെ കൂടെ. പക്ഷേ നമ്മുടെ റൂമിലല്ല. ഞാനൊന്ന് അമ്മ ഇങ്ങനെ എന്താ പറയുക, എന്തുണ്ടെങ്കിലും അവരെ വിളിച്ചാൽ മതി എന്നുള്ള ഒരു ട്രെയിനിങ് പീരീഡിൽ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നല്ല ഭക്ഷണങ്ങളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ തന്നെ പകുതി ആരോഗ്യം വരും. നല്ല ഗംഭീര മഴ. 4 മണി വരയ്ക്കും ഇടിവെട്ടും മഴയാണെന്നാണ് പറയുന്നത്. ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടി. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഞാൻ എല്ലാ കാര്യവും നിങ്ങൾക്ക് ഷെയർ ചെയ്യണതിൻ്റെ കാരണം എനിക്ക് അന്വേഷിക്കേണ്ടി വന്ന പോലെ ഇത് കാണുന്ന ആർക്കും അന്വേഷിക്കേണ്ടി വരില്ല. അത്രയും ഡീറ്റെയിൽസ് ഞാൻ എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
പെർഫെക്റ്റ്. ഒരു സാധനം കളഞ്ഞിട്ടില്ല. അല്ലേ, ഇനി എന്താ പായസം നോക്കട്ടെ. എന്താ പായസം? അരി പൊടിച്ചിരിക്കുക, അരി പൊടിച്ചിട്ട് പായസമാക്കിയിരിക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ അല്ലാണ്ട് ഒന്നും കടിക്കാൻ പറ്റില്ല. അതോ അരിപ്പൊടിയോ? തരിതരിപ്പുണ്ട്. നൈസ്. വെരി ഗുഡ്. എ വെരി ക്ലീൻ പ്ലേറ്റ് ആസ് യൂഷ്വൽ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു റൂമിൽ. ബിക്കോസ് കുറച്ച് നല്ല ചേഞ്ചസാണ് അമ്മയുടെ കയ്യിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഷീ വാസ് വെരി റിലാക്സ്ഡ്. ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് സൂപ്പറായിട്ട് പോകണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുക, ഡ്രസ്സിങ്, കാലിൻ്റെ പ്ലാസ്റ്റിക് സർജറി ഡ്രസ്സിങ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അമ്മയുടെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇറ്റ്സ് ഡിന്നർ ടൈം. ഷാർപ്പ് 8 o'clock അവർ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് തരും. ഇന്നത്തെ മെനു ഇഡ്ഡലി, 3 തരം ചട്നി. ഇതാണ്. ഓക്കെ, പേഷ്യൻറ്റിന് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കും. കൂടെ താമസിക്കുന്നവർക്ക് 4 ഇഡ്ഡലി വെച്ചിട്ട് മതി. മിൻറ്റ് ചട്നി, സോഫ്റ്റ് ഇഡ്ഡലി, normal white chutney, തക്കാളി ചട്നി. ഡീസൻറ്റ് മെനു, ഒരു തെറ്റും പറയാനില്ല. വെരി നൈസ്. എന്തായാലും ഫുഡ് സൂപ്പർ. വാവ്. സോ ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ കഴിക്കണ പോലെ. ഇത് മുകളിൽ തന്നെ അവരുടെ ക്യാൻറ്റീനിൽ ഉണ്ടാക്കണതാണ്. മെനു വരുന്നത് അവരുടെ ഹെഡ് ഓഫീസിന്. എന്നിട്ട് ഇതുണ്ടാക്കി കഴിഞ്ഞ ഉടനെ ഇവിടുത്തെ സൂപ്രണ്ടൻ്റ് മുകളിൽ പോകും. എന്നിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്യും. പേഷ്യൻസിന് പോകുന്നതെല്ലാം ബാക്കി സർവ് ചെയ്യുന്നതെല്ലാം. ബിക്കോസ് ഒരുപാട് പേഷ്യൻസിന് പല റിക്വയർമെൻറ്റ്സ് ഉണ്ടാവില്ല. അതെല്ലാം എന്നിട്ട് സർവ് ചെയ്യാൻ താഴേക്ക് വരുള്ളൂ. വെരി ഗുഡ്. അതായത് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള സംഭവം അവർ തരുന്നു. പിന്നെ നമുക്ക് വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓവർ ഈറ്റിംഗ് എന്ന് പറയാം. ജാസ്തി രുചി കാരണം കൊണ്ട് വീണ്ടും ചോദിക്കണോ എന്നൊക്കെ ചോദിച്ചാൽ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല ഉറപ്പായിട്ടും. ബിക്കോസ് എക്സ്ട്രാ എന്നുള്ളൊരു സംഭവമില്ല. കാൽക്കുലേറ്റഡ് ആണ് മെനു. പെട്ടെന്ന് നിങ്ങൾ പോയിട്ട് ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞാലൊന്നും അവർ തരില്ല. അപ്പോൾ ഒരു
ഫുഡ് എന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ കഴിച്ച 2 മെനു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നാളെ ബ്രേക്ക്ഫാസ്റ്റ് നാളെ എന്താ വെള്ളിയാഴ്ച, നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ അപ്പോൾ കഴിക്കട്ടെ. പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സൈൻസ് ഞാൻ അമ്മടയിൽ കണ്ടത് റീഹാബിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ആ റിക്കവറി പ്രോസസ്സിൻ്റെ ഫസ്റ്റ് ഞാൻ കണ്ടത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അച്ഛൻ പാലക്കാട് പോയിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ രാത്രി വന്നു കഴിഞ്ഞ ഉടനെ പാലക്കാട് നിന്ന് അവരുടെ മെഡിസിൻസ്, അച്ഛൻ്റെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി എത്ര ദിവസം ഇവിടെ താമസിക്കണം എന്ന് അറിയില്ലല്ലോ, അപ്പോൾ ഫുള്ളായിട്ട് 1 മാസത്തേക്കുള്ളത് എന്നുള്ള രീതിയിലെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം ശരിക്കും ഞാൻ പറയുകയാണ്, അമ്മ ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഇതെല്ലാം എടുത്തു വെക്കാനും അതേമാതിരി തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനും അച്ഛനോടത്തിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അതേമാതിരി കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ബെസ്റ്റ് പാർട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ, എനിക്കുള്ള ചീത്ത അത് കേട്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത്ര ദിവസവും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സാധനങ്ങളൊന്നും നീ ഒതുക്കി വെച്ചിട്ടില്ല, അച്ചട മരുന്നിൻ്റെ ഡബ്ബ ഒതുക്കി വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്നെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും തോന്നി. സോ ഷീ ഈസ് ഗെറ്റിംഗ് ബാക്ക് ടു നോർമൽ. അത് വളരെ സ്ലോ പ്രോസസ്സ് ആണെങ്കിലും കൂടിയിട്ട് ഈ ഒരു റീഹാബ് സെൻറ്റേഴ്സിൻ്റെയൊക്കെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ നിങ്ങളെ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ സഹായവും അവർ ചെയ്യും. ആൻഡ് ഇത് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ അമ്മയിൽ കണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സോ വീണ്ടും വീണ്ടും ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തരുടെ അടുത്തും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയൊരു സർജറി ഇല്ലെങ്കിൽ വലിയൊരു ട്രോമയിലൂടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിക്കവറി പ്രോസസ്സാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങൾ ഏതൊരു റീഹാബ് സെൻറ്ററിൽ പോയിട്ട് അവരുടെ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് സെക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള കാറ്റഗറിയിൽ പോയിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 100% ആയിട്ട് അവരുടെ അടുത്ത് ഉണ്ടാവും. അതിൽ പോയിട്ട് ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും. അത് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു കാര്യമാണ്. സോ ദിസ് ഈസ് അമ്മാസ് വെരി വെരി ബിഗ് പ്രോഗ്രസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. സോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ടപ്പോൾ. ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസമാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പോവുകയാണ് നാട്ടിലേക്ക്. സോ കണ്ണേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഞാനിങ്ങനെ വിട്ടു നിൽക്കുന്നു എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ കൗൺസിലേഴ്സും പിന്നെ നമ്മളും എടുത്ത തീരുമാനമാണ്. ലൈക്ക് അമ്മ ടോട്ടലി ഞാനായിട്ടുള്ള ഡിപ്പെൻഡൻസി പാടില്ല. ബിക്കോസ് 29-ാം തീയതി ഞാൻ ദുബായിക്ക് പോകും. അപ്പോഴേക്കും അമ്മ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ തിങ്കിങ് ചെയ്യണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നോക്കണം. പ്ലസ് ഇവിടെയുള്ള തെറപ്പിസ്റ്റിൻ്റെ അടുത്തും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തും അമ്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ ഒരു ഡിഫറൻസ് ലൈക്ക് ഞാൻ തന്നെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്നുള്ള രീതിയിൽ അമ്മയെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതായത് ഒരുപാട് ഡിപ്പെൻഡൻസി കാണിക്കുന്ന ആളെ ഒരു അകലം പാലിച്ചിട്ട് അവർ നിർത്തും. അതായത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളോ ഡ്രൈവർ അപ്പോൾ 10 മണിക്ക് കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവിടെയും പോയിട്ട് ശരിയാക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻസി ആയിട്ടുള്ള ആളെ ഒരു അകലം പാലിച്ച് അവർ നിർത്തിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല ഡിഫറൻസ് ഉണ്ട് അമ്മയ്ക്ക്, നല്ല ഡിഫറൻസ് ഉണ്ട്. അമ്മ കാര്യങ്ങളൊക്കെ നല്ല പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉള്ളപ്പോൾ തന്നെ ഒരു അകലം പാലിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആ ഒരു കോൺഷ്യസിൽ അമ്മയ്ക്ക് വരും. അവളിവിടെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളെ വിളിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് ഞാൻ 29-ാം തീയതി തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് വലിയ കുഴപ്പം വരില്ല, അമ്മയ്ക്കും വലിയ കുഴപ്പം വരില്ല. ഇതാണ് അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞത്. നമ്മളും അത് തന്നെയാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് അതാണ് കറക്റ്റ്. ഓക്കെ, സോ യെസ്, നമ്മൾ എത്രത്തോളം അമ്മയെ ഇൻഡിപെൻഡൻ്റ് ആക്കാനാണോ ശ്രമിക്കുന്നത് അതാണ് നമ്മൾ ചെയ്ത് കൊണ്ട് ഇരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ബിക്കോസ് ആ ഒരു
ഡിസിഷൻ നമ്മൾ ചില സമയങ്ങളിൽ എടുക്കണം എന്നുള്ളത് അതിനെ സമയത്ത് എടുക്കണം എന്ന് പറയില്ലേ. അപ്പോൾ യെസ്, നമ്മളത് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിനി പോയിട്ട് കണ്ണേട്ടൻ്റെ വീട്ടിൽ പോവും. എന്നിട്ട് കുട്ടികളൊക്കെ അവിടെയാണ്. എന്നതിന് ശേഷം നമ്മൾ ഒരു 26th ആകുമ്പോൾ തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്ലാൻ. അവിടെയുള്ള അമ്പലങ്ങളൊക്കെ ഒന്ന് തീർക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നത് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ അമ്മോ ഇതാരാ ഇത്രയും കഴിക്കുക? 4 ദോശയും, എൻ്റെ ഗുരുവായൂരപ്പ, 4 ദോശ, സാമ്പാർ ചട്നി. 4 എന്തായാലും എനിക്ക് തീർക്കാൻ പറ്റില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. ശരി, നമുക്ക് നോക്കാം. ബിക്കോസ് ഫ്രൈഡേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. ഷാർപ്പ് 8 മണിക്ക് വന്നതാ. വീട്ടിലുണ്ടാക്കുന്ന അതേ തന്നെ. നൈസ്. 2 തരം കൂട്ടാൻ, പിന്നെ ഒരു മിൻറ്റ് ചട്നി. ഈ ദോശയ്ക്ക് വേണ്ടത് എന്തറിയോ? ഉള്ളി സമ്മതി, കട്ടൻ കാപ്പി ആവും, പൊളിച്ചുണ്ടാവും. വെരി നൈസ്. അനാവശ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ആർഭാടം കാണിക്കാൻ പാടില്ലല്ലോ. പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ സമാധാനമായിട്ട് കഴിക്കട്ടെ. എന്താണ് ഒരു റീഹാബ് സെൻറ്ററിലൊക്കെ പലവരും പല രീതിയിലായിരിക്കും. ഇവരുടെ ഇങ്ങനെയൊക്കെയാണ്. അത് നമുക്ക് നല്ല അഡാപ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഒരു പ്രശ്നവുമില്ല. വീട്ടിലത്തെ പോലെ തന്നെ ഭക്ഷണം. സോ ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, കഴിച്ച കാര്യങ്ങൾ എല്ലാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പാലക്കാട് വെച്ചിട്ട്. ബൈ ബൈ.